നബിദിനാഘോഷം മുജാഹിദ് കൃതികളിൽ എന്ന പ്രിയപ്പെട്ട അസ്ലം സഖാഫി പയ്യോളിയുടെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു. ഇത് എല്ലാ മുജാഹിദുകളും വായിച്ചു നോക്കണം. സുന്നികളെക്കാൾ കൂടുതൽ വായിക്കേണ്ടത് മുജാഹിദുകളാണ്. കാരണം ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായ രേഖയോടുകൂടിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ നമ്മുടെ മുന്നിലുണ്ട്. ആ റബീഉൽ അവ്വൽ വരുമ്പോൾ പഴയ കാലത്തുള്ള മുജാഹിദ് മൗലവിമാർ അവർ അവരുടെ പുസ്തകങ്ങളിലും മാസികകളിലുമൊക്കെ അന്നവർ വളരെയേറെ റബീഉൽ അവ്വൽ ആഘോഷിക്കണം എന്നും മൗലിദോദണമെന്നും കൃത്യമായി രേഖപ്പെടുത്തിയ ആ ഭാഗം അദ്ദേഹം കോപ്പിയെടുത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നും രണ്ടൊന്നും അല്ല ഉള്ളത്. അൽ മുർശീദ് 938 മെയ് 19. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? 37 മെയ്യിൽ റഹ്മത്തുല്ലിൽ ആലമീൻ റബീഉൽ അവ്വൽ പ്രമാണിച്ച് ജമിയത്തുൽ ഉലമാ പ്രസിദ്ധപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം റബീഉൽ അവ്വൽ പ്രമാണിച്ച് അവരുടെ പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ചതിൻ്റെ കോപ്പി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അൽ മുർശിദ് 1937 മെയ് 15 പേജ് 42. ഇനി ഇതിൽ തന്നെ പ്രസാദക കുറിപ്പുകൾ കാണാം. മർഹബം ബിശഹരി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന് സ്വാഗതം. ഖുർആനിലെ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നബി തങ്ങളുടെ വരവ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസം ഇതാ ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തിലുള്ള സന്തോഷം കാണിക്കുവാൻ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഒരുങ്ങിക്കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിയ ലേഖനം. അത് അൽ മുർശിദ് 937 മെയ്യിലാണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം റബീഉൽ അവ്വലിൽ ശുക്ർ ചെയ്യണം. അതിനാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാക്കി ലോകത്തേക്ക് അനുഗ്രഹിച്ചിട്ടുള്ളത് ഈ മാസത്തിൽ നബിയുടെ ദഅവത്ത് പ്രചരിപ്പിക്കുക വഴിയായി നാം എല്ലാവരും അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യണം. അതിനായി ദേശങ്ങൾ തോറും മൗലിദ് യോഗങ്ങൾ കൂടി അതിൽ നാനാജാതി മതസ്ഥരെയും സമ്മേളിപ്പിച്ച് അവർക്കെല്ലാം നബിയുടെ ദഅവത്ത് തബ്ലീഗ് ചെയ്യുന്ന കടമയെ നാം നിർവഹിക്കുകയും ഈ മാസത്തിലും റമദാൻ മാസത്തിലും എല്ലാ ദേശത്തും ഒരു തബ്ലീഗ് ഫണ്ട് ശേഖരിക്കുകയും വേണം എന്ന് രേഖപ്പെടുത്തിയതായി മുർശിദ് 935 ജൂണിൽ എഴുതിയത് അദ്ദേഹം കോപ്പി കൊടുത്തതായി കാണാം. ഇനിയും കാണാം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മൗലിദാഘോഷത്തിന് തെളിവുദ്ധരിച്ചത് EK മൗലവി വിശദീകരിച്ചതായി അൽ ഇർഷാദിൽ നമുക്ക് കാണാം. ഇങ്ങനെ എത്രയോ പ്രാവശ്യം അവർ അത് വളരെ നല്ലതാണെന്ന് രേഖപ്പെടുത്തുകയും അതിന് ഇമാമിങ്ങളെ കിതാബുകൾ ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്തു വന്നതാണ്. അങ്ങനെ കഴിഞ്ഞു കാലം കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ നബിതങ്ങളെ ബഹുമാനിച്ച് സ്നേഹിച്ച് പ്രകടിപ്പിക്കുന്ന അവിടുത്തെ ജന്മദിനാഘോഷ പരിപാടിയെ അവർ കടുത്ത തെറ്റായി, ചിലപ്പോൾ ശിർക്കായി ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. എന്താണ് കാരണം? അതും അതേപോലെ തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തെളിവ് സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാ മുസ്ലിമീങ്ങളും പ്രത്യേകിച്ച് മുജാഹിദുകൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്.